നമ്മൾ പ്രാർത്ഥനയോടെ നമ്മൾ ശ്രദ്ധയോടും ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ചില നിമിഷങ്ങൾ നമുക്ക് ദൈവവചന ചിന്തയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. ഇവിടെ മഴയുടെയും പിന്നെ കാലാവസ്ഥയുടെയൊക്കെ ഒരു ചെറിയൊരു പ്രതികൂലമാണ് ഞാൻ വീഡിയോ ഓണാക്കാത്തത്. നിങ്ങൾ സഹകരിക്കുക. പ്രാരംഭത്തിലൊരു വചനം നിങ്ങൾ വായിച്ച് സഹായിക്കുക. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യം ഒരാൾക്ക് അൺമ്യൂട്ട് ചെയ്ത് വായിക്കാം. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തനും അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. ആമേൻ. വളരെ ശ്രദ്ധേയമായ വചനമാണ്. നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. ആ വചനത്തെ നമ്മൾ സുപരിചിതമായൊരു വേദവാക്യമാണ്. വേദപുസ്തകത്തിന്റെ 66 പുസ്തകങ്ങളടങ്ങിയ ദൈവവചനത്തിന്റെ ബൈബിൾ, സത്യവേദ പുസ്തകം, അതിൻ്റെ അവസാനത്തെ പുസ്തകം, പുതിയ നിയമത്തിലെ അവസാന പുസ്തകം, ബൈബിളിലെ അവസാന പുസ്തകം, വെളിപ്പാട് പുസ്തകം. ഇനിയൊരു പുസ്തകം നമ്മുടെ മുൻപിലില്ല. വെളിപ്പാട് ആണ് ബൈബിളിലെ അവസാന പുസ്തകം. ഇതിൽ അവസാന അധ്യായമാണ് 22-ാം അധ്യായം. ഇനി ഒരു അധ്യായവും നമുക്ക് മുമ്പ് ശേഷിപ്പില്ല. വളരെ വിശാലമായ ഉപദേശങ്ങളും ദൈവിക അരുളപ്പാടുകളും നമുക്ക് ഉൽപ്പത്തി മുതൽ ഈ വെളിപ്പാട് വരെ നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിന്റെ സ്വഭാവ വിശേഷത, ദൈവം ആര്, ദൈവം എങ്ങനെയുള്ളവൻ, നാം നമ്മുടെ ആരംഭം എവിടെ നിന്ന്, ഈ പ്രപഞ്ചം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു, വചനം എന്തിനാണ് എഴുതപ്പെട്ടത്, യേശു ലോകത്ത് വന്നത്, എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് വേദപുസ്തകത്തിൽ ഉടനീളം പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ്, സകലത്തിന്റെയും അവസാനം എല്ലാം നമുക്ക് വചനത്തിൽ വ്യക്തമായി കാണാൻ സാധിക്കും. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്, കഴിഞ്ഞ കാലങ്ങൾ എന്തായിരുന്നു, മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, അവൻ എങ്ങനെ നിത്യജീവൻ അവകാശമാക്കുവാൻ ഒരു മനുഷ്യൻ എങ്ങനെ സാധിക്കും, നിത്യജീവൻ പ്രാപിപ്പാൻ നാം എന്ത് ചെയ്യണം, ജീവിതം എങ്ങനെ ആയിത്തീരണം, ഈ ലോക ജീവിതമാണോ യഥാർത്ഥ ജീവിതം, എല്ലാം വിശുദ്ധ വേദപുസ്തകം നമ്മെ വ്യക്തമായി ശക്തമായി നമ്മെ ഉപദേശിക്കുന്നു. വചനം പറയുന്നു, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. നല്ല വ്യക്തമായ ആലോചനക്കാരനായി, ഉപദേശിക്കുന്ന നല്ലൊരു ഉപദേശകനായി വേദപുസ്തകം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഒരു അവ്യക്തതകളും കൂടാതെ വളരെ വ്യക്തമായി സ്പഷ്ടമായി, ഒരു ഫോഷ്കും കൂടാതെ സത്യം മാത്രം പ്രസ്താവിച്ച്, ഒരു ആരെയും വഞ്ചിക്കാതെ, എല്ലാം പരമാർത്ഥതയോടെ, പറയുന്നതൊന്നും ഭംഗം വരുത്താതെ തക്ക സമയത്ത് നിറവേറുന്ന ദൈവത്തിന്റെ വചനം. തക്ക സമയത്ത് വേദപുസ്തക യേശു പറഞ്ഞൊരു പദം വളരെ ചിന്തയുമാണ്. ഇഹലോകത്തിലായിരിക്കുമ്പോ യേശു പറഞ്ഞു, ആകാശവും ഭൂമി മാറിപ്പോയാലും ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ഈ പ്രഭാത സമയം പ്രിയരെ, നമ്മുടെ ഉറപ്പും ധൈര്യവും നമ്മൾ ഈ കൂട്ടായ്മയിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ദൈവമക്കൾക്കും പറയാൻ കഴിയും. നമ്മുടെ പ്രധാന
ആപ്തവാക്യം അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നതിന്റെ ഒരു ഭാഗം ദൈവവചനം, അതിനൊരു മാറ്റമില്ലാത്തതാണ്. അത് പറഞ്ഞ കാര്യം അപ്രകാരം സംഭവിക്കും. അതിനൊരു ഭംഗവും വരികയില്ല. ഭംഗം വരുത്താൻ ആർക്കും സാധ്യമല്ല. അത് പറഞ്ഞവൻ അതിനെ നിറവേറ്റുവാനും പ്രാപ്തനായവനാണ്. തക്ക സമയത്ത് ദൈവം ഉദ്ദേശിക്കുന്ന സമയമാകുമ്പോൾ, ദൈവം ഒരുക്കി വെച്ച സമയം അത് സഫലമാകും. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ സകലതും ഉവ്വ് എന്ന് തന്നെയാണ്. പറഞ്ഞ കാര്യങ്ങൾ സകലതും നിറവേറും. വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളോട് ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞെങ്കിൽ, ദൈവം നിന്നോട് സംസാരിച്ചുവെങ്കിൽ, ആ ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. വിശ്വാസത്തോടെ കാത്തിരിക്കുക. കർത്താവ് നിനക്ക് വേണ്ടി ഒരു നിശ്ചയിച്ചൊരു ദിവസം നിന്റെ മുമ്പിലുണ്ട്. ആ സമയമാകുമ്പോൾ ആ വാഗ്ദത്തം നിന്റെ ജീവിതത്തിൽ സഫലമാകും. അതിനെ നശിപ്പിക്കുവാൻ യാതൊരു ശക്തികൾക്കും കഴിയുകയില്ല. ഒരു പൈശാചിക മണ്ഡലങ്ങൾക്കോ ഒരു മാനുഷിക കരങ്ങൾക്കോ നിന്റെ മേലുള്ള വാഗ്ദത്തത്തെ, ദൈവം നിന്നോട് പറഞ്ഞ അരുളപ്പാടുകളെ, ദൈവം നിനക്ക് നൽകിയ പ്രവചനത്തെ നശിപ്പിക്കുവാൻ സാധ്യമല്ല. നീ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുമെങ്കിൽ, വചനം പറയുന്നത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. സഹിഷ്ണുതയോടെ കാത്തിരിക്കുക. ദൈവം ചില വാഗ്ദത്തങ്ങളെ ജീവിതത്തിന്റെ മേൽ നിറവേറ്റുമെന്ന് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു നിയോഗം നൽകുന്നു. ചില വാഗ്ദത്ത നിവൃത്തിയിലേക്ക് നിന്നെ കരം പിടിക്കും. സാഹചര്യങ്ങൾ നിന്നെ നോക്കി പറയും നടക്കത്തില്ല. വ്യക്തികൾ നിന്നെ നോക്കി നിന്നെ നിരുത്സാഹപ്പെടുത്താൻ പലതും കണ്ടേക്കാം. അവിടെ ഒന്നും പതറിപ്പോകരുത്. സഹിഷ്ണുതയോടെ, അതാ പദത്തിന്റെ അർത്ഥം, സഹിഷ്ണുതയോടെ കാത്തിരിക്കുക. ദൈവം പറഞ്ഞ സമയമാകുമ്പോൾ, ദൈവത്തിന്റെ സമയമാകുമ്പോൾ ആ വാഗ്ദത്തം നിന്റെ ജീവിതത്തിന്റെ മേൽ ദൈവത്തിന്റെ വചനത്തിന്റെ നിവൃത്തി നീ പ്രാപിക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? വാഗ്ദത്തം എന്റെ ജീവിതത്തിൽ നിറവേറും. ദൈവത്തിന്റെ വചനം ഒരിക്കലും മാറിപ്പോകത്തില്ല. നാം വായിച്ച വചനത്തിലേക്ക് വീണ്ടും നമുക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം. ആ വചനം ഒരിക്കൽ കൂടെ ഒരാൾക്ക് ശബ്ദമുയർത്തി വായിച്ച് സഹായിക്കാം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിന്റെ 11-12 വാക്യം വേഗത്തിൽ. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇവിടെ വ്യക്തമായി പറയുന്നു, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. 4 വ്യത്യസ്തമായ തലങ്ങളെ കർത്താവ് വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന ഭാഗങ്ങളിൽ എടുത്തു പറയുന്നു. തികച്ചും വ്യത്യസ്തമായ ഒരു ദൈവികമായ നിർദ്ദേശമാണ് ഈ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുമ്പേയൊക്കെ നല്ല ഉപദേശങ്ങളാണ്. നീ അനുസരിക്കണം, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ജീവിതത്തിൽ നല്ല ആശ്വാസം നൽകുന്ന, പ്രത്യാശ നൽകുന്ന ഉപദേശങ്ങൾ വേദപുസ്തകത്തിന്റെ ആരംഭം മുതൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇവിടെ മറഞ്ഞ് ചുരുക്കുകയാണ്. ഒരു വ്യക്തിയെ എപ്രകാരം ഉപദേശിക്കാമോ എല്ലാ ഉപദേശങ്ങളും വേദപുസ്തകത്തിൽ നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ അവസാന അധ്യായം ഒരു ഉപസംഹാര രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൺക്ലൂഷൻ മെത്തേഡ്, ഉപസംഹാര രീതിയിൽ ഈ അവസാന അധ്യായം നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അധ്യായത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇനി നിങ്ങൾ ഇതിനോടൊന്നും കൂട്ടരുത്, ഇതിനോട് ഇനി ഒന്നും കുറയ്ക്കുകയും ചെയ്യരുത്. എല്ലാം വചനം പൂർണ്ണമായിട്ട് നിങ്ങളുടെ കരങ്ങളിൽ നൽകിയിട്ടുണ്ട്. ഇനി ഇതിനോടൊന്നും ആരും കൂട്ടേം വേണ്ട. എനിക്ക് ഉപദേശം കുറഞ്ഞു പോയി, ഇതിനേക്കാളും കുറച്ചുകൂടെ വിശുദ്ധി വേണം എന്ന് വിചാരിക്കേണ്ട. ഇതിലെ വിശുദ്ധി മതി എന്നാണ്. ഇതിനോടൊന്നും കൂട്ടരുത്, ഇതിലില്ലാത്ത വിശുദ്ധി ഒന്നും വേണ്ട, പക്ഷേ ഒന്നും മാറ്റിയും വയ്ക്കരുത്. ഇത് എനിക്ക് അനുസരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഇത് എനിക്കുള്ളതല്ല, അത് മറ്റ് വിവാഹക്കാർക്കാണ് എന്ന് പറഞ്ഞ് അത് നീ മാറ്റിവെക്കരുത്. ഇത് ഒന്നും കൂട്ടുകയും ചെയ്യരുത്. അവസാനം അതാ പറയുന്നത്, ഇനി ഒന്നും കുറയ്ക്കരുത്. ഇത് പൂർണ്ണമാണ്, ഇത് പൂർണ്ണമായിട്ട് അങ്ങ് സ്വീകരിക്കണം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തുക. ദൈവത്തിന്റെ വചനത്തെ നീ കൂട്ടരുത്, ഇതിനോടൊന്നും കുറയ്ക്കരുത്. എന്നാൽ ദൈവവും ഒന്നും കുറയ്ക്കത്തില്ല.
മനസ്സിലാവുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നിന്റെ വാഗ്ദത്തങ്ങൾ, നിന്റെ നന്മകളെ ദൈവം കുറയ്ക്കത്തില്ല. അങ്ങനെ തന്നെ പറയുന്നത്. നിനക്ക് നിന്റെ നന്മകളെ ദൈവം കുറയ്ക്കത്തില്ല, ഒരു ബാധ നിന്റെ കൂടാരത്തിന് അടുക്കത്തില്ല. വചനത്തിൽ അങ്ങനെ തന്നെ പറയുന്നു. നീ ഇതിനെ കുറയ്ക്കരുത്, ഇതിനോടൊന്നും കൂട്ടരുത്, ഇതിനെ അപ്രകാരം അങ്ങ് സ്വീകരിച്ചാൽ നിനക്ക് ലഭിക്കേണ്ട നന്മകളെ ദൈവം കുറയ്ക്കത്തില്ല. ഒരു രോഗബന്ധനങ്ങളും ഒരു ബാധകളും പ്രൈസ് ദി ലോർഡ് നിന്റെ ഭവനത്തെ, നിന്റെ ജീവിതത്തെ നിന്നെ മുൻപോട്ട് കയറുവാൻ അനുവദിക്കാതെ വണ്ണം ജീവിതത്തിന്റെ മേഖലകളിൽ പലപ്പോഴും പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ കൊണ്ടിട്ട് നീ മുൻപോട്ട് ഉയരത്തില്ലെന്ന് ശത്രുവിന്റെ ചില അവകാശവാദങ്ങൾ, ശത്രു ചില പറയുന്ന അവകാശവാദങ്ങളെ തകർക്കുവാൻ ദൈവാത്മാവ് വ്യക്തമായിട്ട് പറയുന്നത്, ഇതിനെ പൂർണ്ണമായി അങ്ങ് സ്വീകരിക്കുക, ദൈവവചനത്തെ പൂർണ്ണമായി അതിനെ ഉൾക്കൊള്ള്, കർത്താവേ ഞാൻ അത് അനുസരിച്ചു കൊള്ളാം എന്നൊരു തീരുമാനത്തോടെ നീ തീരുമാനമെടുക്കുമ്പോൾ തന്നെ നിന്റെ എതിരുകളെ ദൈവാത്മാവ് ഈ പ്രഭാതത്തിൽ അതിനെ എരിച്ചു മാറ്റുകയാ. നിന്നെ മുൻപോട്ട് കയറുവാൻ ആത്മീക ജീവിതത്തിൽ നിനക്കെതിരായി കടന്നു വരുന്ന, ഭൗമിക ജീവിതത്തിൽ നിനക്കെതിരായി കടന്നു വരുന്ന, നിന്റെ വാഗ്ദത്തങ്ങളെ തടുക്കുന്ന, നിന്റെ നന്മകൾക്കെതിരായി വെല്ലുവിളിക്കുന്ന ചില ശത്രുവിന്റെ പോരുകൾ, അന്ധകാര ശക്തികൾ, മിസ്രയീം ജനത്തെ പിന്തുടർന്ന ചില ബാധകൾ, ദൈവം അവരുടെ വേദപുസ്തകത്തിൽ പറയുന്നത്, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതെ ജനത്തെ ആരാധിപ്പാൻ വിട്ടയക്ക എന്ന മോശ ഫറവോനോട് പറയുമ്പോൾ, എന്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടയക്ക എന്ന് പറയുമ്പോ, ആരാധിക്കാൻ വിട്ടയക്കാതെ അതിനെ തടഞ്ഞു വച്ചിരുന്ന, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാൻ കഴിയാതെ തടഞ്ഞു വയ്ക്കുന്ന എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നുണ്ട്, വചനത്തെ അനുസരിച്ചാൽ നിനക്ക് ജീവവൃക്ഷം ലഭിക്കുക. അനുസരിക്കാതിരുന്ന ബാധ, ചില ബാധകൾ, ദൈവത്തിന്റെ കൽപ്പനയ്ക്ക്, ദൈവജനത്തെ ആരാധിപ്പാൻ വിട്ടയക്കാതെ അതിനെ തടഞ്ഞു വയ്ക്കുമ്പോൾ ദൈവ അവരുടെ മേൽ ബാധകളെ അയച്ചെന്ന പ്രൈസലോ എന്തോ ദൈവാത്മാവ് അങ്ങനെ സംസാരിക്കുന്നു. പ്രൈസോ, നിങ്ങൾക്കൊരു അനുഗ്രഹമാകട്ടെ. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്താൽ ചില രോഗങ്ങളെ സ്വർഗാത്മാവ് എടുത്തു മാറ്റും. രോഗങ്ങളിൽ ഭാരപ്പെടുന്ന ചിലർ ഇതിലുണ്ട്. പരിശുദ്ധാത്മാവ് ചിലരോട് വ്യക്തമായി സംസാരിക്കുന്നുണ്ട്. നീ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കുമ്പോൾ, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുമ്പോൾ, വൈദ്യന്മാർക്ക് കഴിയാത്തത്, ഡോക്ടേഴ്സ് സാധ്യമല്ലെന്ന് പറഞ്ഞ പ്രൈസലോ, ഡോക്ടേഴ്സ് പല മാറി നീ നോക്കിയിട്ട് പല ഡോക്ടേഴ്സും ഓരോ രീതിയിൽ നിന്ന് ട്രീറ്റ് ചെയ്ത് വ്യത്യസ്തമായ മെഡിസിൻ നൽകി പ്രൈസലോ ഒരു ശമനവും കാണാതെ ഭാരത്തോടെ ആയിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് അങ്ങനെ സംസാരിക്കുന്നുണ്ട്. വലിയൊരു വിടുതൽ ദൈവാത്മാവ് നിന്റെ ജീവിതത്തിലേക്ക് നൽകുവാൻ പോകുകയാണ്. പ്രഭാതത്തിലൂടെ പ്രവചനാത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവവചനത്തെ ഒന്നും മാറ്റിവെക്കണ്ട, അതിനെ പൂർണ്ണമായി അങ്ങ് സ്വീകരിക്കുക. സ്വർഗം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. വെളിപ്പാട് പുസ്തകം മുഴുവനുമായിട്ട് നമ്മൾ പറയും അതൊരു പ്രവചനമാണ്, പ്രവചനാത്മാവിൽ എഴുതപ്പെട്ട ഒരു പുസ്തകമാണ് ദൈവവചനം. എന്നാൽ വെളിപ്പാട് തുടങ്ങുമ്പോഴേ പറയുന്നുണ്ട്, ഇത് പ്രവചനമാണ്. ഈ പ്രവചനത്തെ വായിക്കുന്നവനും വായിച്ച് കേൾക്കുന്നവനും അത് പ്രമാണിക്കുന്നവനും അത് ഭാഗ്യവാൻ. 1:3 നിങ്ങൾ വായിക്കണ്ട, അവിടെ വ്യക്തമായി പറയുന്നു, പ്രാരംഭത്തിലേ പറയുന്നു, വായിക്കുന്നവൻ, വായിച്ച് കേൾക്കുന്നവൻ, അതനുസരിക്കുന്നവൻ, അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാ. പ്രിയരെ, ദൈവവചനം അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ വായിച്ചപ്പോ തന്നെ അതിലൊരു അനുഗ്രഹം, ആ വചനത്തിൽ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചു. എത്ര പേർ വായിച്ച് ഇത് കേൾക്കുമ്പോൾ തന്നെ വചനം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരു അനുഗ്രഹം നിങ്ങൾക്കുണ്ട്. പ്രൈസ്, ഇത് അനുസരിക്കാൻ കൂടെ നീ മനസ്സ് വെച്ചാൽ നീ അനുഗ്രഹ പൂർത്തിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. എത്ര പേർ ഉത്സാഹത്തോടെ താല്പര്യത്തോടെ വചനം അലംഭാവത്തോടെ വായിക്കുകയല്ല, ശ്രദ്ധയോടെ അത് വായിക്കുകയും വായിച്ച് കേൾക്കുകയും ശ്രദ്ധയോടെ വായിച്ച് ആകാംക്ഷയോടെ താല്പര്യത്തോടെ നീ അതനുസരിക്കുമ്പോൾ വചനം പറയുന്നു, ഈ വാഗ്ദത്തം നിന്റെ ശിരസിന്റെ മേൽ വന്ന് ഭവിക്കും. പ്രൈസലോ, ഈ വാഗ്ദത്തം, ഈ അനുഗ്രഹം നിനക്കുള്ളതാണ്. നന്മ, ഈ വചനത്തിലെ വാഗ്ദത്തം ഒന്നും നിഷ്ഫലമായി പോകുന്നതല്ല, ഒന്നും നടക്കാത്ത വാഗ്ദത്തം. ഇത് കെട്ടുകഥകളല്ല, ഇത് തികച്ചും സഫലമാകുന്നത്. ഇത് ഏത് പ്രതികൂലത്തെയും കണ്ണിച്ച് അതിനെ പൂർത്തീകരിപ്പാൻ ശക്തമായതാണ് ദൈവത്തിന്റെ വചനം. നാം ദൈവവചനത്തെ അനുസരിക്കുമെങ്കിൽ നിശ്ചയമായിട്ടും ഈ കാലഘട്ടങ്ങളിൽ വിശ്വസിക്കുന്നവരുടെ ജീവിതങ്ങളിൽ ഈ വചനത്തിന്റെ നിവൃത്തി കണ്ടവർ സന്തോഷിക്കുന്ന ദിനങ്ങൾ വിദൂരമല്ലെന്ന് ഞാൻ ആത്മാവിൽ പ്രവചനമായിട്ട് വിളിച്ചു പറയുമ്പോൾ എത്ര പേർക്ക് അത് സ്വീകരിക്കാൻ കഴിയും? പരിശുദ്ധാത്മാവ് അങ്ങനെ സംസാരിക്കുന്നു. ചിലരോട് ദൈവാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നുണ്ട്. ചില ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവസാന്നിധ്യം അനുഭവിക്കുന്നവർ മാത്രം കർത്താവിനെ മഹത്വപ്പെടുത്തുക. എന്നോടാണ് ദൈവാത്മാവ് സംസാരിച്ചെന്ന് ബോധ്യമുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തുക. നിങ്ങൾ എവിടെ ആയിരുന്നാലും
ഈ വചനത്തിന് അതിവേഗം ഓടുന്ന ദൈവത്തിന്റെ വചനമാണ്. ആ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യും. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി നിങ്ങളുടെ അഭിഷേകങ്ങളുടെ മേൽ പ്രവർത്തിക്കുകയാണ്. ദൈവവചനത്തെ തടുക്കുവാൻ ഒരു ശക്തികളും ഇതുവരെയും ഉണ്ടായിട്ടില്ല, ഇനി ഒട്ടും ഉണ്ടാകാനും പോകുന്നില്ല. നിങ്ങൾ വിശ്വസിക്കുമ്പോൾ തന്നെ ആ വചനത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിന്റെ മേഖലകളിൽ മഹത്വമായി വെളിപ്പെടുകയാ, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്. ദൈവജനത്തിന്റെ നന്മകളെ, പ്രൈസ് ദി ലോർഡ്, പ്രാർത്ഥനയുടെ മറുപടിയെ തടുക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ, നിന്റെ പ്രാർത്ഥന നീ പ്രാപിക്കേണ്ട ഉത്തരത്തെ തടുക്കുന്ന അന്തരീക്ഷത്തെ ഭരിക്കുന്ന അന്തരീക്ഷത്തിന്റെ പ്രഭു, പാഴ്സിയുടെ പ്രഭു, പൈശാചിക ശക്തികൾ, ഇരുളിന്റെ വ്യാപാരങ്ങൾ, പ്രൈസ് നീ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം നിനക്ക് നൽകുന്ന വാഗ്ദത്തങ്ങളെ അവകാശം പറഞ്ഞ് വെല്ലുവിളി മുഴക്കി, ഞാൻ ഈ ദേശത്തിന്റെ കോരശിന്റെ അവകാശിയാണെന്ന് പറഞ്ഞ് ബാബേലിലാണ് ദാനിയേൽ, അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥന മറുപടി നൽകാൻ കഴിയത്തില്ല. ദാനിയേൽ വിഗ്രഹാരാധികളുടെ ദേശത്താണ്, അതുകൊണ്ട് എനിക്കിവിടെ അവകാശം ഉണ്ടെന്ന് പറഞ്ഞു ദാനിയേലിന്റെ പ്രാർത്ഥനയെ തടുത്ത ചില പൈശാചിക പോരുകൾ നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ അവകാശം പറയുമ്പോൾ, ദൈവാത്മാവിൽ നീ ഉണർന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ സ്വർഗത്തിലെ ദൈവം ദൂതനെ നിനക്ക് വേണ്ടി ഇറക്കി നിന്റെ വിഷയത്തിന്റെ പരിഹാരം നിന്റെ കരങ്ങളിലേക്ക് നൽകുന്ന ദിനം. പരിശുദ്ധാത്മാവ് അങ്ങനെ സംസാരിക്കുന്നു. നിന്റെ വിഷയത്തിന് ദൈവാത്മാവ് പരിഹാരം നൽകുമെന്ന്, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി സ്വീകരിക്കുന്ന ദിനങ്ങളാക്കി ദൈവാത്മാവ് തീർക്കാൻ പോകുകയാണ്. എത്ര പേർക്ക് ആത്മാവിന്റെ എരിവോട് ദിവസം ഇരിക്കാൻ സാധിക്കും? മടുത്തു പോകരുത്, തളർന്നു പോകരുത്. ലഭിച്ചില്ല എന്ന് വിചാരിച്ച് നിർത്തരുത്. കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുകയാ. ദൈവം തന്റെ ദൂതനെ നിനക്ക് വേണ്ടി ഇറക്കും. മീഖായേൽ ദൂതനെ സ്വർഗം നിന്റെ വിഷയത്തിനു വേണ്ടി. പരിശുദ്ധാത്മാവ് ചില വിടുതലുകളെ ചിലരുടെ ജീവിതങ്ങളിലെ മേൽ കൈമാറുകയാണ്. പ്രാർത്ഥനയ്ക്ക് മന്ദിഭത വരുത്തരുത്, പ്രാർത്ഥനയ്ക്ക് അലസ്യത വരുത്തരുത്. ആത്മാവിന്റെ എരിവോടെ, ഉത്സാഹത്തിൽ, മടുപ്പില്ലാതെ പരിശുദ്ധാത്മാവ് അങ്ങനെ സംസാരിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുമെങ്കിൽ ചില വിടുതലുകളുടെ ദിവസമാക്കി തീർക്കാൻ പോകുക. ചില വിടുതലുകളെ നീ അനുഭവമാക്കുന്ന, പ്രാവർത്തിക തലത്തിൽ അത് വെളിപ്പെട്ടു വരുന്ന അനുഭവമല്ല, കേട്ടുകേൾവിയല്ല, നിന്റെ ജീവിതം കൊണ്ട് തന്നെ സാക്ഷ്യപ്പെടുത്തത്തക്കവണ്ണം നീ അനുഭവിക്കത്തക്കവണ്ണം, ദൈവ പ്രവൃത്തിയെ പ്രാവർത്തികമാക്കത്തക്കവണ്ണം സ്വർഗം ചില വിടുതലുകളെ ചിലരുടെ ജീവിതങ്ങളിലേക്ക് കൈമാറുകയാ. ഈ സന്ദേശം ചിലർക്ക് പരിശുദ്ധാത്മാവിൽ, ചിലർക്ക് ഉണർവിനെ പകരുകയാ. ദൈവാത്മാവ് ചിലരെ ശക്തീകരിക്കുകയാ യേശുവിന്റെ നാമത്തിൽ. തളർന്നുപോയ ചില അനുഭവങ്ങളെ ദൈവാത്മാവ് കാണിക്കുന്നു. തളർന്നുപോയ ചില അനുഭവങ്ങളെ ദൈവാത്മാവ് കാണിക്കുന്നു. കർത്താവെ ലഭിച്ചില്ലല്ലോ, കർത്താവെ ലഭിച്ചില്ലല്ലോ, അയ്യോ കർത്താവെ പ്രവർത്തിച്ചില്ലല്ലോ. ചില അനുഭവങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഞാൻ പ്രവർത്തിക്കുകയാ, ഞാൻ നിനക്ക് മറുപടി നൽകിയതാ. പ്രൈസോലോ. പക്ഷെ നിന്റെ മേൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ ചില അവകാശം പറഞ്ഞ പ്രൈസോ, ചില പൈശാചിക പാഴ്സിപ്രഭു, ചില പൈശാചിക മണ്ഡലങ്ങൾ പ്രൈസോ നിന്റെ വാഗ്ദത്തത്തെ തടുത്തു വെച്ച്, നിന്റെ നന്മയെ പ്രൈസോ, നിന്റെ തലമുറകളുടെ മേൽ ദൃഷ്ടി വെച്ച് ചില പൈശാചിക പോരുകൾ പ്രൈസോ, നിന്റെ ശരീരത്തിന്റെ മേൽ അവകാശം പറഞ്ഞ ചില ദുഷ്ടശക്തികളെ ദൈവാത്മാവ് ഈ പ്രാർത്ഥനയിൽ വചനം കേൾക്കുമ്പോൾ തന്നെ വചനമെന്ന വാള് അതിനെ വെട്ടിമാറ്റുകയാണ് യേശുവിന്റെ നാമത്തിൽ. മീഖായേൽ ദൂതൻ വാളുമായിട്ട് വചനത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. ധീരാവാല പ്രൗഢാരാധരാധര ധീകൾ പ്രൗഢമനവ ശത്രുരീകധാര. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുകയാണ്. വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുകയാ. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക, ആത്മാവിൽ അത് വചനത്തെ അങ്ങ് സ്വീകരിക്കുക. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. ധാരകശരലാദന. ദൈവപ്രവൃത്തി, ദൈവപ്രവൃത്തി, ദൈവപ്രവൃത്തി ചിലർ അനുഭവിക്കുന്നുണ്ട്. പ്രൈസലോ, ചിലർ ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. ഞാൻ ആത്മകണ്ണിൽ കാണുകയാ. പരിശുദ്ധാത്മാവ് ചിലരുടെ ജീവിതങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കുകയാ. അമാനുഷികമായ ദൈവത്തിന്റെ കരം, അദൃശ്യമായ ദൈവത്തിന്റെ കരം എന്റെ വിഷയങ്ങളുടെ മേൽ വെളിപ്പെടുക. ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ചില ടേണിംഗ് പോയിന്റ്, ചില തിരിവുകളെ ദൈവാത്മാവ് വരുത്തുകയാ. നിനക്കെതിരായി പ്രവർത്തിച്ച ചില വ്യക്തികളെ ദൈവാത്മാവ് നിനക്ക് വേണ്ടി, പ്രൈസലോ, ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുകയാ യേശുവിന്റെ നാമത്തിൽ. ഒരു അത്ഭുത സാക്ഷി മീറ്റിങ്ങിലൂടെ ഉയരുവാനിടയായി തീരും. ചില അത്ഭുത സാക്ഷ്യങ്ങൾ വരും ദിവസങ്ങൾ നിങ്ങൾ കേൾക്കും. ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് പറയത്തൊക്കെ വേണം. ചില അത്ഭുത സാക്ഷികളെ ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കാൻ പോകുകയാ. വിടുതലിന്, പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചു എന്ന് പറയത്തൊക്കെ വേണം. കഴിഞ്ഞ ദിവസങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്ത വിഷയത്തിന്റെ മേൽ ദൈവം പ്രവർത്തിച്ചു എന്ന് പറയത്തൊക്കെ വേണം. കർത്താവിന്റെ കരം വെളിപ്പെടുകയാ യേശുവിന്റെ നാമത്തിൽ. ചിലർ വേദനയോടെ ഇതിലായിരിക്കുന്നവരുണ്ട്, വിഷയഭാരത്തോടെ ആയിരിക്കുന്നവരുണ്ട്, മറുപടിക്കായി കാത്തിരിക്കുന്നവരുണ്ട്. ദൈവപ്രവർത്തിക്കായി കാത്തിരിക്കുന്ന ദൈവജനമേ, നിന്നോടാ ദൈവാത്മാവ് സംസാരിക്കുന്നത്. നിന്നോട് തന്നെയാ ദൈവാത്മാവ് സംസാരിക്കുന്നത്.
നിനക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കാം, നിനക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കാം. യെസ്, പരിശുദ്ധാത്മാവ് അങ്ങനെ സംസാരിക്കുന്നു. നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നിന്റെ പ്രാർത്ഥന തള്ളിക്കളയുന്ന ദൈവത്തെ അല്ല നീ സേവിക്കുന്നത്. പ്രാർത്ഥന, നിന്റെ നിലവിളിയെ പ്രൈസ് ദി ലോർഡ് തള്ളിക്കളയുന്ന ദൈവത്തെ അല്ല നീ സേവിക്കുന്നത്. യെസ്, ദൈവാത്മാവ് ചില വിടുതലുകളെ ദൈവജീവിതങ്ങളുടെ മേൽ വെളിപ്പെടുത്തുകയാ. വചനത്തെ മുറുകെ പിടിച്ചത് നിമിത്തം, വചനത്തെ നീ ചേർത്ത് നിർത്തിയ നിമിത്തം പലപ്പോഴും നീ അവഹേളിക്കപ്പെട്ടു, പലപ്പോഴും നീ നിന്ദിക്കപ്പെട്ടു. ദൈവ വചനത്തെ നീ ചേർത്ത് നിർത്തിയപ്പോൾ പലപ്പോഴും നീ പരിഹാസമേൽക്കേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്റെ വചനത്തെ നീ കാത്തു, എന്റെ നാമം നീ നിഷേധിച്ചില്ല. എന്റെ വചനത്തെ നീ കാത്തു, എന്റെ നാമം നീ നിഷേധിച്ചില്ല. അതുകൊണ്ട് സ്വർഗം പറയുന്നു, ഇതാ ഞാൻ നിനക്കൊരു വാതിൽ തുറക്കാൻ പോവുകയാ, ഇതാ ഞാൻ നിനക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടുകയാ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുകയാ. എന്റെ വചനത്തെ നീ കാത്തത് നിമിത്തം ഈ കാല ശരാധനന്തരേ ഗരീബൽ പ്രൗഢവ അസ്ഥല ചരാധികാര പൗഡരശരാധനേക യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഫിലദൽഫിയ സഭയോട് ദൈവാത്മാവ് പറഞ്ഞത് അങ്ങനെയാ, ഇതാ ഞാൻ നിനക്ക് വേണ്ടി ചിലത് ചെയ്യാൻ പോവുകയാ. വെറുതെ അല്ല, നീ എന്റെ നാമത്തെ പ്രൈസ് ദി ലോർഡ് മുറുകെ പിടിച്ച്, എന്റെ വചനത്തെ നീ നിഷേധിച്ചില്ല, എന്റെ നാമത്തെ പ്രൈസ് ദി ലോർഡ് യേസ് നിഷേധിക്കാത്തത് കൊണ്ട്, അതിനെ മുറുകെ പിടിച്ചത് കൊണ്ട് പരിശുദ്ധാത്മാവ് അങ്ങനെ സംസാരിക്കുന്നുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർ മാത്രം നിങ്ങൾ ആത്മാവിൽ ആ വചനത്തെ അങ്ങ് സ്വീകരിക്കുക കേട്ടോ. നിങ്ങൾ ആ ദൈവത്തിന്റെ പ്രത്യക്ഷത കാണാൻ പോകുക. വിശ്വസിക്കുന്നവർ, ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ മാത്രം ആ വചനത്തെ ആത്മാവിൽ സ്വീകരിക്കുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങളായിരിക്കുന്ന ഏത് സ്ഥാനത്തായിരുന്നാലും പക്ഷെ കരങ്ങൾ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുമെങ്കിൽ, അന്യഭാഷകൾ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമെങ്കിൽ മൗനമായിരിക്കരുത്. ആ വാഗ്ദത്തം നിങ്ങളുടെ ജീവിതത്തിൽ സഫലമാകട്ടെ. പിശാച് പറയും സ്തോത്രം പറയരുതെന്ന്, പിശാച് പറയും അന്യഭാഷ പറയരുതെന്ന്, പിശാച് പറയും കരം തട്ടരുതെന്ന്. പരിശുദ്ധാത്മാവ് പറയും ദൈവത്തെ സ്തുതിക്കാൻ പറയും. പ്രൈസ് ദി ലോർഡ്. സ്തുതിക്കരുതെന്ന് പറയുന്നത് ദൈവാത്മാവല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ആരാധിക്കരുതെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവല്ല. പരിശുദ്ധാത്മാവ് ആരാധിക്കാൻ പറയത്തേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് വിശുദ്ധിയിൽ ജീവിക്കാൻ പറയും. പരിശുദ്ധാത്മാവ് ദൈവവചനത്തെ കേൾക്കാൻ പറയും. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കാൻ പറയും. പരിശുദ്ധാത്മാവ് സ്തോത്രം പറയാൻ പറയും. ആത്മാവിൽ ദൈവത്തെ വചനത്തെ സ്വീകരിക്കുക. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. യെസ്, വ്യക്തമായി ദൈവാത്മാവ് സംസാരിക്കുന്നുണ്ട്. ചില പ്രത്യക്ഷതകൾ, ദൈവിക പ്രത്യക്ഷതകൾ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് വെളിപ്പെടുത്തുകയാണ്. ദൈവം ആത്മാവാകുന്നു, അവനെ ആത്മാവിലും സത്യത്തിലും ആത്മാവിന്റെ പ്രവൃത്തി ചില ജീവിതങ്ങളുടെ മേൽ ദൈവം വെളിപ്പെടുത്തുമെന്ന് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ വ്യക്തമായിട്ട് സംസാരിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ, 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 ആമേൻ. ദൈവകരം, ദൈവകരം ശക്തമായി വെളിപ്പെടട്ടെ, ശക്തമായി വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്. വേദനകൾ ദൈവാത്മാവ് എടുത്തു മാറ്റട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് നിന്റെ പ്രാർത്ഥനയെ പ്രൈസ് ദി ലോർഡ് മടുപ്പിക്കുന്ന ചില വേദന വാക്കുകൾ ദൈവാത്മാവ് ഇപ്പോൾ എടുത്തു മാറ്റുകയാ. പ്രൈസ് ദി ലോർഡ്. നിന്റെ വിശ്വാസത്തെ മങ്ങിപ്പിക്കുന്ന പ്രൈസ് ദി ലോർഡ് പൈശാചിക പദ്ധതികൾ, അവന്റെ തന്ത്രങ്ങളെ ദൈവാത്മാവ് ഇപ്പോൾ ഉടയ്ക്കുകയാ. യെസ്, ദാനിയേൽ മടുത്തു പോയില്ല. ദാനിയേൽ ഒരു ദിവസം മടുത്തു പോയില്ല. പ്രാർത്ഥന പ്രാരംഭത്തിലെ മറുപടി ദൈവം നൽകി. താൻ മടുത്തു പോയില്ല. 2-ാം ദിവസമായി മടുത്തു പോയില്ല. 3-ാം ദിവസമായി 19 ദിവസം 20 ദിവസം കഴിഞ്ഞു പോയി, മടുത്തില്ല. താൻ പ്രാപിക്കുന്നത് വരെ. പ്രിയരെ, നിങ്ങൾ മടുത്തു പോകരുത്. കർത്താവ് നിങ്ങളെ പ്രാർത്ഥന തള്ളിക്കളയുന്ന ദൈവമല്ല. നീ പ്രാപിക്കേണ്ട പ്രാർത്ഥനയെ പ്രൈസ് ദൈവത്തിന്റെ ദൂതനെ നിനക്ക് വേണ്ടി ഇറക്കട്ടെ. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ദൈവത്തിന്റെ ദൂതൻ എന്റെ വിഷയത്തിന് ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിൽ മാത്രമല്ല, പുതിയ നിയമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം തന്റെ ദൂതനെ ഇറക്കിയിട്ടുണ്ട്. ആരാധിച്ചപ്പോൾ ദൈവം തന്റെ ദൂതനെ ഇറക്കിയിട്ടുണ്ട്. ദൂതനെ ഇറക്കുന്ന പ്രാർത്ഥന എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? കൊർന്നല്യോസിന്റെ പ്രാർത്ഥന, ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി. ഒരുപാട് പ്രാർത്ഥനകൾ വേദപുസ്തകത്തിൽ നിങ്ങൾ ഉടനീളം നോക്ക്. പ്രൈസ് ദി ലോർഡ്. ദൈവം തന്റെ ദൂതനെ, യെസ്, ദൈവാത്മാവ് ചില വിഷയങ്ങളുടെ മേൽ ദൂതനെ ഇറക്കട്ടെ, ദൂതനെ ഇറങ്ങട്ടെ. ദൈവത്തിന്റെ ദൂതൻ നിന്റെ വിഷയത്തിന്റെ മേൽ ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. വ്യക്തമായ ദൈവത്തിന്റെ മറുപടി നീ പ്രാപിക്കുവാൻ, വ്യക്തമായ ശക്തമായ ദൈവത്തിന്റെ മറുപടി നീ പ്രാപിക്കുവാൻ ദൈവം തന്റെ ദൂതനെ, വെളിപ്പാടിൽ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നത് പോലെ ദൈവദൂതന്മാരുടെ വലിയൊരു വിശദീകരണം വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാം. ദൈവത്തിന്റെ ദൂതൻ ഭക്തന്മാർക്ക് വേണ്ടി വെളിപ്പെടും. ദൈവത്തിന്റെ ദൂതൻ ഭക്തന്മാർക്ക് വേണ്ടി വെളിപ്പെടും. യെസ്, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ.
നാം വായിച്ച വചനത്തിലേക്ക് വീണ്ടും ശ്രദ്ധയെ കൊണ്ടുവരാം. നാം വായിച്ച 22-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം ഇങ്ങനെ 4 വ്യത്യസ്ത തലങ്ങളെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ശ്രദ്ധിക്കുക, 4 വ്യത്യസ്ത തലങ്ങൾ. അനീതി ചെയ്യുന്നവൻ, അഴുക്കുള്ളവൻ, നീതിമാൻ, വിശുദ്ധൻ. നിങ്ങൾ വീണ്ടും ഒന്നുകൂടെ ഞാൻ ആവർത്തിച്ച് പറയാം. അനീതി ചെയ്യുന്നവൻ, അഴുക്കുള്ളവൻ, നീതിമാൻ, വിശുദ്ധൻ. എന്താണ് കർത്താവ് ഇപ്രകാരം ഒരു ഉപസംഹാരം ബൈബിളിൽ നൽകിയിരിക്കുന്നത്? 4 വ്യത്യസ്തമായ വിശദീകരണം, 4 വ്യത്യസ്ത കൂട്ടരാക്കി തീർത്തിരിക്കുക. എന്നാൽ നമുക്ക് അതിനെ തികച്ചും സ്ഥൂലവും 2 കൂട്ടരാക്കി തിരിക്കാൻ സാധിക്കും. ആദ്യത്തെ 2 ഭാഗത്തെ, അനീതിയും അഴുക്കുള്ളവൻ എന്ന് പറയുന്നത്, നമുക്ക് ഒരു കൂട്ടരാക്കാം. അടുത്ത് പറയുന്നത് നീതിമാൻ, വിശുദ്ധൻ, അതിനെ 2-ാം ഭാഗം എന്ന് പറയാം. അപ്പൊ 2 വ്യത്യസ്ത ജനാവലിയെ നമുക്കിവിടെ കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. അഴുക്കുള്ളവൻ അഴുക്കാകട്ടെ, അവൻ അഴുക്കാടട്ടെ എന്നാ പറയുന്നത്. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ. കർത്താവ്, ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ്, ഇങ്ങനെ ഒരു നിർദ്ദേശം, ഇങ്ങനെ ഒരു കൽപ്പന, ഇങ്ങനെ ഒരു ഉപസംഹാരം വേദപുസ്തകത്തിൽ ദൈവം എന്താ നൽകിയത്? അവനൊരു പെർമിഷൻ, ഒരു അനുവാദം കൊടുക്കുക. അവൻ ചെയ്യുന്നത് അവൻ ചെയ്യട്ടെ, അവൻ ചെയ്യുന്നത് അവൻ ആ വഴിയിൽ തന്നെ അവൻ തുടരട്ടെ. നീതി ചെയ്യുന്നവൻ നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. അവൻ ചെയ്യുന്ന വഴിക്ക് തന്നെ അവൻ അങ്ങ് വിടുക, അവൻ ചെയ്യുന്ന വഴിയിൽ നടക്കട്ടെ. കർത്താവ് എനിക്ക് നൽകിയ എനിക്ക് ആത്മനിയോഗത്തിൽ എന്നോട് സംസാരിച്ച ചില ആലോചനകളെ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവ് പറഞ്ഞു, വെറുതെ അങ്ങനെ പറയുകയല്ല, അവൻ അങ്ങനെ ഒരു അനുവാദം കൊടുത്തു വിടുകയല്ല. ഞാൻ വേണ്ട ഉപദേശം എല്ലാം കൊടുത്തിട്ടുണ്ട്. ഉൽപ്പത്തി മുതലേ അവന് ഉപദേശം കൊടുത്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇത്രയും കേട്ടിട്ട് അവൻ ഇനിയും തെറ്റി ഒഴിഞ്ഞില്ലെങ്കിൽ, ഇനിയും ദൈവത്തെ അന്വേഷിച്ചില്ലെങ്കിൽ, അവസരങ്ങളെ തൃണവൽക്കരിച്ച് കളയരുത്. ദൈവം നൽകുന്ന അവസരങ്ങളെ നഷ്ടമാക്കി കളയരുത്. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും നമ്മുടെ അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കത്തില്ല. എന്നും പ്രാർത്ഥിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കരുത്. എന്നും സ്തോത്രം പറയാൻ കഴിയുമെന്ന് നാം വിചാരിക്കരുത്. എന്നും ഇതുപോലെ സൂം മീറ്റിംഗ് ഉണ്ടായിരിക്കുമെന്നും ചിന്തിക്കരുത്. പ്രൈസ് ദി ലോർഡ്. എന്നും വചനം കേൾക്കാം എന്ന് നാം ചിന്തിക്കരുത്. നാളെയാകട്ടെ എന്ന് പറയരുത്. അടുത്ത ദിവസമാകട്ടെ ഞാൻ ഇരിക്കാമെന്ന് പറയരുത്. അടുത്ത മാസമാകട്ടെ, ചിലർ മാസങ്ങൾ വരെ കണക്ക് വരെ പറയാറുണ്ട് ദൈവത്തോട്. മാസക്കണക്കുകൾ, ചില മാസങ്ങൾ കഴിയട്ടെ എന്ന് പറയരുത്. എനിക്കത് ലഭിക്കട്ടെ, ചിലർ അങ്ങനെയും പറയാറുണ്ട്. അത് ലഭിക്കട്ടെ, എന്നിട്ട് ഞാൻ തീരുമാനിക്കാം. ഒരു അത്ഭുതം ഞാൻ കാണട്ടെ, എന്നിട്ട് അടുത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കാം. പ്രിയരെ, ഇപ്പോൾ ആകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. കർത്താവിനെ സ്തുതിക്കേണ്ട സമയം ഇതാണ്. ഇപ്പോൾ നിനക്ക് ബലമുള്ളപ്പോൾ, നിനക്ക് ദൈവം നാവിന് സംസാരിക്കാനുള്ള പ്രാണി ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ, നിനക്ക് കൈക്ക് ബലമുണ്ടെങ്കിൽ, ഇപ്പോൾ നീ ദൈവത്തെ സ്തുതിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, നീ ക്ഷീണിതനാകുമ്പോൾ നിന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവകരം നിന്നോട് കൂടെ ഇരിക്കും. മാറ്റിവെക്കേണ്ട കാര്യമല്ല, നാളത്തേക്ക് വെക്കേണ്ട കാര്യമല്ല. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ 1-ാം സ്ഥാനം കർത്താവിന് കൊടുക്കുവാൻ എത്ര പേർ ഒരുക്കമുണ്ട്? ജീവിതത്തിൽ ഏറ്റവും പ്രധാന സ്ഥാനം കർത്താവിന് കൊടുക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പരിശുദ്ധാത്മാവ് അവരെ ശക്തീകരിക്കുക. ദൈവത്തിന് 1-ാം സ്ഥാനം ജീവിതത്തിൽ. എന്റെ ദൈവത്തിനാണ് എന്റെ എല്ലാ, പ്രൈസ് ദി ലോർഡ്, നന്മയുടെയും 1-ാം സ്ഥാനം. എന്റെ ആരോഗ്യം, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്. എന്റെ നന്മ ദൈവത്തിന്. എന്റെ ഉയർച്ച ദൈവത്തിന്. പ്രൈസ് ദി ലോർഡ്. എന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല വിലപ്പെട്ട സമയം ഞാൻ ദൈവത്തിന് കൊടുക്കും. ഞാൻ ജീവനുള്ളെന്നും, സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഞാൻ ജീവനുള്ളെന്നും ഞാൻ യഹോവയെ സ്തുതിക്കും. ഞാൻ ഉള്ള കാലത്തോളം എന്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. ഞാൻ ഉള്ള കാലത്തോളം എനിക്ക് സംസാരിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ എന്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. ദൈവാത്മാവ് അങ്ങനെ സംസാരിക്കുന്നു. എത്ര പേർക്ക് ആ വാഗ്ദത്തത്തെ അപ്രകാരം ഒരു തീരുമാനം പോലെ ദൈവസന്നിധിയിൽ സ്വീകരിക്കാൻ കഴിയും? നിങ്ങളോട് ഈ വചനത്തിന്റെ വാഗ്ദത്തം നിറവേറാൻ പോകുന്നത്. നിനക്കാണ് ഈ വാഗ്ദത്തമുള്ളത്. യെസ്, ഞാൻ ജീവനുള്ളെന്നും ഞാൻ ഉള്ള കാലത്തോളം ജീവനുള്ളെന്നും, ഞാൻ ജീവനുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിക്കും. ഞാൻ ഉള്ള കാലത്തോളം പ്രൈസ് ദി ലോർഡ് എന്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. പ്രിയ ദൈവത്തിലെ, എങ്കിൽ നിങ്ങൾക്കുള്ളൊരു വാഗ്ദത്തമുണ്ട്. ഞാൻ ഒരു വചനം കൂടെ ചേർത്ത് പറയട്ടെ. മരിക്കയില്ല, നീ ജീവനോടെ ഇരുന്ന് ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കാൻ പോകുക.
ചില ദൈവത്തിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കാൻ പോകുകയാ. ദൈവ പ്രവൃത്തികൾ ചില വിഷയങ്ങളുടെ മേൽ ദൈവം വെളിപ്പെടുത്തുകയാ. യേശുവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ചില ദൈവ പ്രവൃത്തികളെ സ്വർഗം നിനക്ക് വേണ്ടി അയക്കുമെന്ന് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി വിളിച്ചു പറയുകയാ. പ്രവചനാത്മാവിൽ ഞാൻ പറയട്ടെ, നീ പ്രാർത്ഥിച്ചത് വെറുതെയല്ല. നീ വാഗ്ദത്തം കാണും, നീ ദൈവപ്രവൃത്തിയെ വർണ്ണിക്കും. യെസ്, നീ കഴിഞ്ഞ ദൈവസന്നിധിയിൽ ഇരുന്നത് ഒരിക്കലും നഷ്ടമല്ല. ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്നത് ഒരിക്കലും നഷ്ടമല്ല. ഒരു പ്രതിഫലം നിനക്കുണ്ട്. ആർക്കും അപഹരിപ്പാൻ കഴിയാത്ത, ആർക്കും നഷ്ടപ്പെടുത്തി കളയാൻ കഴിയാത്ത ഒരു അവകാശം ദൈവം നിനക്ക് നൽകിയിട്ടുണ്ട്. കർത്താവിന്റെ വചനം നീ കേട്ടത് ഒരിക്കലും നഷ്ടമല്ല. യേശുവിന്റെ പാദപീഠത്തിൽ ഇരുന്നത് ഒരിക്കലും നഷ്ടമല്ല. വചനത്തെ നീ മുറുകെ പിടിച്ചത് ഒരിക്കലും നഷ്ടമല്ല. ദൈവാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു, നിനക്കൊരു നന്മ ദൈവം ഒരുക്കി വച്ചിട്ടുണ്ടെന്ന്. ആർക്കും അപഹരിപ്പാൻ കഴിയാത്ത ഒരംശം, ഒരു അവകാശം സ്വർഗം നിനക്ക് വേണ്ടി നൽകാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഇവിടെ നമ്മൾ വായിച്ച വചനം, അഴുക്കുള്ളവൻ, അശുദ്ധൻ, നീതിമാൻ, അതുപോലെ വിശുദ്ധൻ. അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ, പക്ഷെ നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. മറ്റുള്ളവരെ നോക്കി നാം പരിതാപിക്കുകയല്ല. അവൻ അഴുക്കാടുന്നുണ്ടല്ലോ, അവൻ എനിക്ക് മുമ്പേ രക്ഷിക്കപ്പെട്ടവരാണ്, അവൻ ഇപ്പോഴും വേണ്ട വിധം പ്രാർത്ഥിക്കുന്നില്ല, അവൻ ആരാധിക്കുന്നില്ല, അവൻ ദൈവത്തെ സ്തുതിക്കുന്നില്ല. നീ അവനെയല്ല നോക്കേണ്ടത്, നിന്നെ സൃഷ്ടിച്ച ദൈവത്തെ. നിനക്ക് ദൈവം നൽകിയ ദർശനത്തിനൊത്തവണ നീ ദൈവത്തെ സ്തുതിക്കുക. നീ നീതിയിൽ തന്നെ മുമ്പോട്ട് പോ. പ്രൈസ്. പരിശുദ്ധാത്മാവ് അങ്ങനെ സംസാരിക്കുന്നുണ്ട്. മറ്റുള്ളവരെ നോക്കിയല്ല നമ്മുടെ ആത്മീക ജീവിതത്തെ നാം നയിക്കേണ്ടത്. പ്രൈസ്. ലോകത്തിലെ മറ്റ് നമ്മൾ പ്രധാനപ്പെട്ടവരെന്ന് കാണുന്നവരെ നോക്കിയല്ല നമ്മുടെ ആത്മീക ജീവിതത്തിന് നാം വഴിത്തിരിവ് വരുത്തേണ്ടത്. നാമും ദൈവവുമായുള്ള ബന്ധമായിരിക്കണം ഒരു ക്രിസ്തീയ ജീവിതം. ഇതിന് മറ്റൊരു വ്യക്തിക്ക് ഇവിടെ സ്ഥാനം കൊടുക്കരുത്, ഇനി മറ്റൊരു വ്യക്തി ഇതിന് സ്ഥാനം വഹിക്കരുത്. ഞാനും ദൈവമായിരിക്കണം. പ്രൈസ്. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് അങ്ങനെ സംസാരിക്കുന്നുണ്ട്. നീ ദൈവസന്നിധിയിൽ, പ്രൈസ്, നീയും ദൈവമായുള്ള ബന്ധം ഒന്ന് ദൃഢപ്പെടുത്തുമെങ്കിൽ ദൈവത്തിന്റെ മഹത്വം നിന്റെ ജീവിതത്തിലേക്ക് ദൈവം വെളിപ്പെടുത്താൻ പോകുകയാ. പ്രൈസ്. നിന്റെ ജീവിതത്തിൽ പ്രൈസ് തളർന്നു പോകരുത്, ഒന്നിലും തളർന്നു പോകരുത്. നീതി ചെയ്തിട്ട് ഒരു പ്രതിഫലം ലഭിച്ചില്ലല്ലോ കർത്താവേ എന്ന് പറഞ്ഞ് നീ തളർന്നു പോകരുത്. നീ നീതിയിൽ തന്നെ തുടർന്നു പോ. കർത്താവിനെ ആരാധിക്കുന്നതിൽ ഒന്നും പരിഭവം വരുത്തരുത്. മുൻപോട്ട് നീങ്ങുവാൻ ദൈവാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നുണ്ട്. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നുണ്ട്. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തന, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തന. അവിടെ നിന്ന് നിന്നെ വഴിയിൽ വിട്ടേച്ച് പോകുന്ന ദൈവമല്ല. യെസ്, അവിടെ നിന്ന് വഴിയിൽ വിട്ടേച്ച് പോകുന്ന ദൈവമല്ല. തക്ക സമയത്ത് ദൈവം തന്റെ മഹത്വം നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തും. ദൈവം തന്റെ പ്രവൃത്തി അയക്കും. 2025 ഡിസംബർ മാസം അവസാനിക്കുന്നതിന് മുൻപേ ചില വാഗ്ദത്തങ്ങളെ പ്രാപിപ്പാൻ സ്വർഗം ഇടയാക്കും. ഈ സോ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ദൈവജനമേ, ഈ വചനത്തെ നീ അങ്ങ് സ്വീകരിക്കുക. സ്വർഗം ചില വിടുതലുകളെ നീ പ്രാപിക്കുന്ന ദിനങ്ങളാക്കി ദൈവം മാറ്റും. പ്രൈസ്. ആരോടും പറയാതെ സ്വയം കടിച്ചമർത്തുന്ന ചില വിഷയങ്ങളുടെ മേൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കാര്യം പറയുന്നു. നീ തളർന്നു പോകാത്ത ആ നിന്റെ തീഷ്ണത പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ പോകുക. വിടുതലുകൾ നിന്റെ ജീവിതത്തിന്റെ മേഖലകളിൽ സ്വർഗം അയച്ചുകൊണ്ട് നിന്നെ നിന്ദിക്കുന്നവരുടെ നടുവിൽ, പ്രൈസലോ നിന്നെ അപകീർത്തിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നവരുടെ നടുവിൽ, നിന്റെ ആത്മീക ജീവിതത്തെ ചൂഷണം ചെയ്യുന്ന വ്യക്തികളുടെ നടുവിൽ ദൈവാത്മാവ് തന്നെ മഹത്വത്തെ വെളിപ്പെടുത്തി ആദരിക്കുന്ന ദിനം വിദൂരമല്ല. പ്രാർത്ഥനയിലൊന്ന് ഉച്ചരിക്കുക, പ്രാർത്ഥനയിലൊന്ന് പോരാട്. ആത്മീക ജീവിതത്തെ വിശ്വസ്തയോടെ മുൻപോട്ട് കാൽച്ചുവടുകളെ വയ്ക്കുമെങ്കിൽ കർത്താവിന്റെ കരം എന്നോട് കൂടെയുണ്ട്. ഇവിടെ നാം വായിച്ച വചനത്തിൽ പറയുന്നത്, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തര് അവനവന്റെ പ്രവൃത്തിക്കെടുത്ത് പ്രതിഫലം കൊടുപ്പാൻ. പ്രൈസലോ, ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം കൊടുപ്പാൻ. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക്. ഇതൊരു പ്രവചനാത്മാവാണ്, ക്രിസ്തുവിന്റെ വരവിനെയാണ് കാണിക്കുന്നത്. എന്നാൽ മറ്റു വചനങ്ങളെ കൂടെ ബന്ധപ്പെടുത്തി ഞാൻ പറയാം. ഈ ലോകത്തിൽ നീ കർത്താവിന് വേണ്ടി നിന്നത് ഒരിക്കലും നഷ്ടമല്ല. നീ വിതച്ചതിന് നിനക്ക് ദൈവം പ്രതിഫലം നൽകും. വരുവാനുള്ള ലോകത്ത് നീ നിത്യത പ്രാപിക്കും. എന്നാൽ ഞാൻ ഈ വചനത്തെ മറ്റു വചനവുമായി ബന്ധപ്പെടുത്തി പറയാം. കർത്താവ് നിനക്കൊരു പ്രതിഫലം നൽകും. ദൈവത്തിന്റെ പ്രവൃത്തി വിദൂരമല്ല.
വചനം പറയുന്നു വേഗത്തിൽ സ്വർഗം നിനക്കൊരു പ്രതിക്രിയ നടത്തി രക്ഷിക്കും. നിയമോ യേശു പറഞ്ഞത്, രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായിരുന്നാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ? വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും. വേഗത്തിൽ എന്ന വിഷയത്തിന് ഒരു പരിഹാരം ദൈവം നൽകുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? പലപ്പോഴും നമ്മൾ പറയും, കർത്താവേ വൈകിപ്പോയി, നമ്മുടെ സമയങ്ങൾ, നമ്മുടെ ബുദ്ധിയിൽ നാം പറയും വൈകിപ്പോയി, നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മൾ പറയും, മാനുഷിക നിലയിൽ നാം പറയും കർത്താവെ വൈകിപ്പോയി. എന്നാൽ ദൈവാത്മാവ് പറയുന്നു, ഇല്ല, കർത്താവ് അത് പെർഫെക്റ്റ്, പരിപൂർണമായ സമയം, തന്റെ സമയമാകുമ്പോൾ വേഗത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ പറയും കർത്താവ് ചെയ്ത വേഗത്തിലാ, വൈകിയല്ല പ്രവർത്തിച്ചത്. എത്ര പേർക്ക് മനസ്സിലാകുന്നു എന്നറിയത്തില്ല. കർത്താവ് പ്രവർത്തിച്ചത് വൈകിയല്ല, അവിടുത്തെ പ്രവൃത്തി വേഗത്തിൽ. ദൈവം ചില വിഷയങ്ങൾക്ക് പരിഹാരം നൽകും. വേഗത്തിൽ നിന്റെ വിഷയത്തിന് സ്വർഗ പരിഹാരം നൽകുകയാ. നിവേദനപ്പെടുന്ന വിഷയം ദേശത്ത് നിന്നെ മാറ്റുവാൻ എന്റെ ദൈവം മതിയായവരെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായ ആലോചന പറയുന്നു. വേഗത്തിൽ ചില വിഷയങ്ങളുടെ മേൽ സ്വർഗം വിടുതൽ അയക്കാൻ പോകുക. വേഗത്തിൽ കഴിഞ്ഞ നാളുകൾ കരഞ്ഞ വിഷയങ്ങളുടെ മേൽ സ്വർഗം വേഗത്തിൽ ബുദ്ധരം നൽകും. ദൈവാത്മാവിനോട് ഇപ്രകാരം സംസാരിക്കുന്നതോടെ ഞാൻ അതിനെ ചോർത്ത് ആത്മാവിൽ ആ പരിശുദ്ധ നിയോഗത്തിൽ പറയാം, വേഗത്തിൽ മറുപടി ദൈവം നിനക്ക് നൽകും. വേഗത്തിൽ ദൈവം നിനക്ക് മറുപടി നൽകും. ഇല്ല സ്നേഹിത, താമസിച്ചു പോയില്ല. അപ്പോൾ സാഹചര്യങ്ങളിൽ നിന്ന് നോക്കി പറയാം, താമസിച്ചു പോയി. ദർശനത്തിന്റെ അവധി വെച്ചിരിക്കുന്നത് സമാപ്തിയിലേക്ക് പെടുന്നു. സമയം തെറ്റിയാൽ അതിനെ കാത്തിരിക്കുക എന്ന് പറയുന്നത് അത് വൈകത്തില്ല. പറയുന്നു Hallelujah, hallelujah, hallelujah. Praise the Lord, praise the Lord, praise the Lord. Okay. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ദൈവമഹത്വം യേശുവിന്റെ നാമത്തിൽ കർത്താവേ ഇവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണം. യേശുവിന് നമ്മൾ വായിച്ച വചനം, ആ വചനത്തെ ഞാൻ ഒന്നുകൂടെ അഭിസംബോധന ചെയ്ത പ്രഭാതത്തിൽ ഉപസംഹാരത്തോടെ തന്നെ നിർത്തണം. ആ വചനത്തിന്റെ വഴികളാണ്. നമുക്ക് ആ പ്രകാരം തന്നെ ആ വചനത്തെ ചിന്തിച്ച് പ്രാർത്ഥനയോടെ ആയിരിക്കാം. വായിച്ച വചനം ഞാൻ വേഗത്തിൽ പറഞ്ഞ്, അഴുക്കുള്ളവൻ അഴുക്കാടട്ടെ. പ്രൈസ് ദി ലോർഡ്. അശുദ്ധൻ ഇനിയും, പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകം പറയുന്നത് 4 കൂട്ടരെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. ഒന്നുകൂടെ ആ വചനം ഒന്ന് വായിച്ച് പ്രാർത്ഥിക്കാം. വേഗത്തിൽ ഒന്ന് വായിക്കാമോ? ഒരാൾക്ക് ശബ്ദമുയർത്തി ഒന്ന് വായിക്കും. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. മതി. അവിടെ നമ്മൾ വായിച്ചത്, കർത്താവ് ചില വിടുതലുകളെ സ്വർഗ്ഗം നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ കൈമാറുക. ഈ പ്രഭാതത്തിൽ ഈ വചനം നമുക്കങ്ങ് സ്വീകരിക്കുക. ദൈവാത്മാവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കട്ടെ. ഈ വചനത്തെ ആത്മാവിൽ അങ്ങ് സ്വീകരിച്ചാട്ടെ. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി തീരും. ഞാൻ കഴിഞ്ഞ ദിവസം സിസ്റ്റർ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് ഈ വചനത്തെക്കുറിച്ച് പങ്കുവയ്ക്കുവാൻ ദൈവാത്മാവ് നിയോഗം നൽകിയത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വചനം എടുത്തത്. സ്വർഗം ചിലരോട് സംസാരിച്ചു എന്ന് എനിക്ക് പൂർണ്ണമായി ഉറപ്പുണ്ട്. പ്രഭാതത്തിൽ ചിലരോട് ദൈവാത്മാവ് സംസാരിച്ചു. അങ്ങനെയെങ്കിൽ ആ വചനത്തെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അങ്ങ് ഗൃഹസ്ഥമാക്കുക. സ്വർഗം വലിയ വിടുതലുകളെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യട്ടെ, യേശുവിന്റെ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഞാനിവിടെ ആയിരിക്കുന്ന ചില ഇന്റർനെറ്റിന്റെ ചില പ്രശ്നങ്ങളുണ്ട്. നമുക്ക് വേഗത്തിൽ ആ വചനത്തെ സ്വീകരിച്ച് പ്രാർത്ഥനയോടെ ആ വചനം നിങ്ങളുടെ ജീവിതത്തിൽ നന്മയ്ക്ക് കാരണമായി തീരുവാൻ ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക. സ്വർഗത്തിലെ ദൈവം വിടുതലുകളെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ യേശുവിന്റെ നാമത്തിൽ. ഇതിന് ഇനിയും ഒരു വിശദീകരണം ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല, കാരണം ആ വചനത്തിന്റെ വിശദീകരണത്തിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. എന്നാൽ അതിനെക്കുറിച്ച് പറഞ്ഞ് ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്രകാരം നിർത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവസന്നിധിയിൽ നീ വിശ്വസ്തയോടെ നിൽക്കുമെങ്കിൽ ദൈവം ഒരിക്കലും നിനക്ക് അവിശ്വസ്തത കാണിക്കത്തില്ല. എന്റെ കർത്താവിന്റെ സ്വഭാവം എന്ന് പറയും, ദൈവത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കും. നിങ്ങൾ മറ്റുള്ളവരുടെ കടപ്പെട്ടത് നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ ദൈവം നിങ്ങളോടും ക്ഷമിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും.
പ്രൈസലോ. കരുണയുള്ളവർ, ദയാലുവോട് ദയാലു, നിഷ്കളങ്കനോട് നിഷ്കളങ്കൻ, നിർമ്മലനോട് നിർമ്മലൻ, വക്രനോട് വക്രത കാണിക്കുന്നു. കർത്താവ് അങ്ങനെ പറയുന്നു. പ്രൈസലോ. ദൈവത്തിന്റെ സ്വഭാവം നമുക്ക് വേദപുസ്തകത്തിൽ വ്യക്തമാണ്. കർത്താവ് എങ്ങനെയാ? നീ ക്ഷമിച്ചാൽ ദൈവം നിന്നോട് ക്ഷമിക്കും. പ്രൈസലോ. നീ കരുണയുണ്ടെങ്കിൽ കർത്താവ് നിന്നോട് കരുണ കാണിക്കും. ബൈബിൾ പറയുന്നത് നീതിമാനോട് നീതിമാൻ, നിഷ്കളങ്കനോട് നിഷ്കളങ്കൻ, വക്രനോട് ദൈവം വക്രത കാണിക്കും. പ്രിയരെ, ആ രീതിയിൽ മുൻപോട്ട് പോകാൻ നീതിയോടെ, അനീതിയോടെയല്ല നീതിയോടെ, കർത്താവിന്റെ വചനത്തിൽ വിശ്വസ്തയോടെ നിൽക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സത്യത്തിന്റെ സകല സത്യത്തിലും പ്രൈസലോ പരിശുദ്ധാത്മാവ് നൽകുന്ന നിയോഗപ്രകാരം നാം മുൻപോട്ട് പോകുമ്പോൾ ചില വിടുതലുകളെ സ്വർഗം നിന്റെ ജീവിതത്തിലേക്ക് കൈമാറുക. ഈ പ്രഭാതം ഒരു അനുഗ്രഹമായി മാറട്ടെ. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റങ്ങൾക്ക് കർത്താവ് കാരണമാക്കി തീർക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ നീ എടുത്ത തീരുമാനങ്ങളെ ഒന്നും മറന്നു പോകരുത്. കർത്താവിന്റെ സന്നിധിയിൽ എടുത്ത പ്രൈസലോ ദൈവത്തോടെ എടുത്ത ഉടമ്പടികൾ, കർത്താവിന്റെ സന്നിധിയിൽ നീ പറഞ്ഞ നേർച്ചകൾ ഒന്നിനും ഭംഗം വരുത്താതെ പ്രൈസലോ മുൻപോട്ട് കാഴ്ചപ്പാടുകളെ വയ്ക്കുവാൻ ദൈവാത്മാവ് പറയുന്നു. അവിടെ നിന്ന് കരം നിന്നെ താങ്ങുകയാ. പരിശുദ്ധാത്മാവ് നിന്നെ ശക്തീകരിക്കുകയാ. നീ തളർന്നു പോകുവാൻ ദൈവാത്മാവ് സമ്മതിക്കത്തില്ല. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവിടെ നിന്ന് സമ്മതിക്കത്തില്ല. ദൈവത്തെ അന്വേഷിക്കുന്നവൻ തകർന്നു പോകുവാൻ അവിടെ നിന്ന് സമ്മതിക്കത്തില്ല. പ്രതിസന്ധികൾ ഒരു ഭാഗത്ത് പ്രൈസോ നിന്റെ പ്രാർത്ഥന പ്രൈസലോ നിന്റെ ആരാധനയ്ക്കെതിരെ നിൽക്കുമ്പോൾ ദൈവാത്മാവ് പറയുന്നു നീ മുൻപോട്ട് പോ. നീ കുലുങ്ങിപ്പോകുവാൻ ദൈവാത്മാവ് സമ്മതിക്കത്തില്ല. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവിടെ നിന്ന് ഒരു നാളും സമ്മതിക്കത്തില്ല. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കും. എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കും. ഒന്നിന് പിറകെ പ്രതിസന്ധികൾ കടന്നു വരുമ്പോ പരിശുദ്ധാത്മാവ് പറയുന്നു ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ ശക്തീകരിക്കും. ലോകത്തിൽ നിനക്ക് കഷ്ടമുണ്ട്, ഭാരമുണ്ട്, പ്രയാസമുണ്ട്. പ്രൈസലോ ഇവിടെ ഒന്നും തളർന്നു പോകരുത്. നിന്റെ വാഗ്ദത്തം പ്രൈസലോ നീ പ്രാപിക്കുക. ഭക്തന്മാരുടെ ജീവിതം നോക്ക്. വേദപുസ്തകത്തിൽ ഒരു ഭക്തന്മാരുടെ ജീവിതത്തിൽ ദൈവം വാഗ്ദത്തം നിവർത്തി പ്രാപിക്കുന്നതിന് മുൻപേ പലവിധമായ ക്ലേശങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു, പലവിധമായ തടസ്സങ്ങൾ കടന്നു വന്നു, നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകൾ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു, സാധിക്കത്തില്ലെന്നുള്ള സാഹചര്യങ്ങൾ കടന്നു വന്നു. എന്നാൽ അവർ പതറിപ്പോകാതെ ഉറച്ചു നിന്നവർ ആ വാഗ്ദത്തം പ്രാപിപ്പാനിടയായി തീർന്നു. ആ ദൈവത്തിന്റെ വചനത്തിന്റെ നിവർത്തി കണ്ട് സന്തോഷിപ്പാനിടയായി തീർന്നു. സാഹചര്യങ്ങളും പ്രൈസലോ അവരെ നോക്കി പറഞ്ഞു ഇനി സാധ്യമല്ല, ഇനി മുൻപോട്ട് പോകാൻ കഴിയത്തില്ല, ഇനി നടക്കത്തില്ലെന്ന് പറയുമ്പോ ദൈവാത്മാവ് പറഞ്ഞതെങ്കിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അത് നിശ്ചയമായും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. അത് നിശ്ചയമായും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. നിങ്ങളെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? ഈ വചനത്തിന്റെ മുമ്പിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം നിങ്ങളുടെ കണ്ണുകളെ അടച്ച് കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് പറ, കർത്താവെ ഈ വചനത്തെ എനിക്ക് വേണ്ടി വേഗത്തിൽ ഉത്തരം നൽകണമേ. കർത്താവെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ. ഇവിടുത്തെ മഹത്വം എൻ്റെ വിഷയത്തിന്റെ മേൽ കർത്താവ്, എന്റെ കുടുംബജീവിതത്തിൽ, എന്റെ തലമുറകളുടെ മേൽ, എന്റെ ഭാവിയുടെ മേൽ, എന്റെ ഉപജീവന മാർഗത്തിന്റെ മേൽ, എന്റെ ആത്മീക ജീവിതത്തിന്റെ മേൽ, എന്റെ ആത്മീക ജീവിത ശുശ്രൂഷകളുടെ മേൽ കർത്താവെ അങ്ങ് പ്രവർത്തിക്കണമേ എന്ന് എത്ര പേർക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ സാധിക്കും? നിങ്ങളുടെ ശരീരത്തിൽ രോഗത്താൽ ആരെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ വിശ്വാസത്തോടെ ഈ വചനത്തെ അങ്ങ് സ്വീകരിക്കുക. സ്വർഗത്തിലെ ദൈവം ബാധ രോഗബന്ധനത്തെ ദൈവാത്മാവ് എടുത്തു മാറ്റുകയായി. പ്രാർത്ഥനയിൽ ദൈവാത്മാവ് അങ്ങനെ പ്രവർത്തിക്കുക. ചില വിടുതലുകളെ സ്വർഗം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൈമാറുകയാ. യേശുവിന്റെ നാമത്തിൽ നീ ലജ്ജിക്കപ്പെട്ടു പോകത്തില്ല. കേട്ടോ, നീ ലജ്ജിക്കപ്പെട്ടു പോകത്തില്ല. യഹോവയ്ക്ക് വേണ്ടി നീ കാത്തിരിക്കുന്ന നീ ഒരുത്തനും ലജ്ജിതനായി പോകത്തില്ല. എന്റെ ജനം ഒരു നാളും ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിക്കപ്പെട്ടു പോകത്തില്ല. അതെ പ്രിയരെ, ദൈവം നിങ്ങളെ മാനിക്കുവാൻ ദൈവം മതിയായവരാ. ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുക. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, ഞങ്ങൾ ഈ ലൈവിലൂടെ ദൈവത്തിന്റെ വചനത്തെ ശ്രദ്ധിക്കുന്ന ഈ പ്രഭാതത്തിൽ പല ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ശ്രദ്ധിക്കുന്ന ദൈവജനത്തെ അടിയന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ വചനം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ വചനത്തെ കർത്താവെ അടിയൻ കൈമാറി പ്രാർത്ഥിക്കുന്നു. ഇതൊരു വലിയൊരു വിടുതലായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ചില വിടുതലുകൾ അവർ പ്രാപിക്കട്ടെ. കർത്താവെ, ദൈവമഹത്വം കണ്ട് സന്തോഷിപ്പാൻ സ്വർഗം അവരെ ശക്തീകരിക്കണം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥനയിലൊട്ടും കുറഞ്ഞു പോകരുത്. പ്രാർത്ഥനയിലൊട്ടും കുറഞ്ഞു പോകാതെ ശക്തീകരിപ്പാൻ പ്രാർത്ഥനയിൽ ബലപ്പെടട്ടെ, ആത്മാവിൽ ബലപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവവചനത്തിൽ കർത്താവെ അപ്പൊ അവർ ശക്തീകരിക്കണം. ഈ വചനത്താൽ ബലപ്പെടുത്തണം. കർത്താവ് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. എല്ലാ ശാപങ്ങളും മാറിപ്പോകട്ടെ. എല്ലാ
രോഗബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ കർത്താവെ ഞെരുക്കങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരളി, എന്നെ വിശാല സ്ഥലത്താക്കി. കർത്താവ്, ചില ഞെരുക്കത്തിന്റെ അവസ്ഥകൾ, ശോധനകൾ യേശുവിന്റെ നാമത്തിൽ, കർത്താവെ തളർത്തിക്കളയുന്ന ചില വേദനകൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുകയാ. വലിയൊരു വിടുതൽ ദൈവം ജനത്തിന് വേണ്ടി ദൈവം അയക്കണമേ. കർത്താവെ, ആകാംക്ഷയോടെ താല്പര്യത്തോടെ കർത്താവെ ദൈവിക വചനത്തെ സ്വീകരിച്ച, വിശ്വസിച്ച ദൈവജനത്തെ അനുഗ്രഹിച്ച്, ഈ വചനത്താൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതലായി മാറട്ടെ കർത്താവ്. അങ്ങനെ ദൈവം ചെയ്തിരിക്കായി സ്തോത്രം. വരും ദിവസങ്ങളിൽ വിടുതലിന്റെ സാക്ഷ്യം ഞങ്ങൾ ഇതിൽ കേൾക്കട്ടെ. ദൈവം അത്ഭുതം ചെയ്തു എന്ന് പറയത്തക്കവണ്ണം സ്വർഗം ഞങ്ങളെ കേൾപ്പിക്കുന്നതിനായി സ്തോത്രം. ചില വിടുതലുകളെ സ്വർഗം അയച്ചിരിക്കായി സ്തോത്രം. ദൈവാത്മാവ് അങ്ങനെ പ്രവർത്തിക്കണം. താഴ്ത്തി സമർപ്പിക്കുന്ന ക്രിസ്തയേശു മൂലം പ്രാർത്ഥന കേൾക്കും നല്ല പിതാവേ, അമേൻ, അമേൻ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദിയും മദനവും അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഞാൻ കൺക്ലൂഷൻ ചെയ്തത് ഇനിയൊരു നെറ്റിന്റെ ഇഷ്യൂ വരാതിരിക്കാനാണ്. നമുക്ക് കൺക്ലൂഷൻ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥിച്ച് നിർത്തിയതാണ്. ദൈവം നിങ്ങൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമാണ്. സ്വീകരിക്കുക. ഗോഡ് ബ്ലെസ് യു. ആമേൻ, ആമേൻ.